ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 20 ബുധനാഴ്ചയാണ്. ഇന്നലത്തെ വിപണിയിലേക്ക് വരാം. നിഫ്റ്റിയും സെൻസെക്സും ചെറിയ ഇടിവിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി ബാങ്ക് 0.5% ഇടിവിലും മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് തുടങ്ങിയവ നല്ല നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് തിങ്കളാഴ്ച റഷ്യൻ കടൽമാർഗ എണ്ണ വാങ്ങുന്നതിനുള്ള അനുമതി, അതിനുള്ള ഇളവ് വീണ്ടും 30 ദിവസത്തേക്ക് കൂടി നീട്ടിയതായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിരുന്നു. ഇതുകൂടാതെ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില 90 പൈസ കൂടി ഇന്നലെ വർദ്ധിപ്പിച്ചു. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ തവണയാണ് ഈ വർധനവ്. US വിപണിയിലേക്ക് ചൊവ്വാഴ്ച S&P 500ഉം നാസ്ഡാക്കും ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ടെക്നോളജി ഓഹരികളാണ് കൂടുതലായി താഴ്ന്നത്. അതായത് നാസ്ഡാക്ക് തന്നെയാണ് കൂടുതലായി ഇടിഞ്ഞത്. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഒരു വർഷത്തെ ഉയർന്ന നിലയിൽ എത്തിയതാണ് വിപണികൾക്ക് സമ്മർദ്ദമായത്. ക്രൂഡ് ഓയിൽ പ്രൈസുകൾ $110 മുകളിലായിട്ട് തന്നെയാണുള്ളത്. ഇത് വലിയ സമ്മർദ്ദം തന്നെയാണ് എക്കോണമിയിൽ സൃഷ്ടിക്കുന്നതും. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. വീണ്ടും ഇൻഫോസിസ് 1% മുകളിൽ നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ടെക് സൈഡിൽ വിപ്രോ 0.52% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 1.5% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് 2.38% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസും 1% ഇടിഞ്ഞു. ഏഷ്യൻ വിപണികളിലേക്ക് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ വിപണികൾ ഇടിവിലാണ്. അതിന് കാരണം നോക്കിക്കഴിഞ്ഞാൽ ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഒരു വർഷത്തെ ഉയർന്ന നിലയിലെത്തിയതും കൂടാതെ US-ഉം ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല എന്നതുമൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഇടിവിന് കാരണമായിട്ട് വരുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1% ഇടിവിലും കോസ്പി മാർക്കറ്റ് 1.7% ഇടിവിലുമാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,434 എന്ന നിലയിൽ 126 പോയിന്റ്സ് ഇടിഞ്ഞാണ്. അതായത് ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 175 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നടക്കാനിരിക്കുന്ന ഏറ്റവും ടോപ്പ് ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് ഡാറ്റ ഇന്നാണ് പുറത്തു വരുന്നത്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രീസ് വൈകുന്നേരം 6 മണിക്കാണ് ഈ ഡാറ്റ പുറത്തുവിടുന്നത്. ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഉൾപ്പെടെയുള്ള 8 കോർ ഇൻഡസ്ട്രീസിൻ്റെ ഏപ്രിലിലെ ഡാറ്റയാണ് പുറത്തു വരുന്നത്. വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മറ്റ് ഇന്നത്തെ ഗ്ലോബൽ ഇവൻറ്റ്സുകൾ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നും GDP ഡാറ്റ പുറത്തു വരുന്നുണ്ട്. UK-യിൽ നിന്നും CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരുന്നുണ്ട്. US-ൽ നിന്നും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വരുന്നു. FOMC മീറ്റിംഗ് മിനിറ്റ്സ് ഇന്നാണ്. NVIDIA റിസൾട്ട് ഇന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പ് ഇവൻറ്റ്സ് ആയിട്ട് കാണാൻ കഴിയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൂടാതെ ബ്രേക്ക് ഔട്ട് വന്ന സ്റ്റോക്കുകൾ, മറ്റ് പ്രധാനപ്പെട്ട നല്ല നേട്ടമുണ്ടാക്കിയിട്ടുള്ള സ്റ്റോക്കുകൾ എന്നിവയെല്ലാം നമ്മുടെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് പിൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി പ്രധാനപ്പെട്ട കമ്പനികളുടെ Q4 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഓയിൽ സെക്ടറിലുള്ള ക്രൂഡ് ഓയിൽ പ്രൈസൊക്കെ ഉയർന്ന ഈ ഒരു സാഹചര്യത്തിൽ ഭാരത് പെട്രോളിയത്തിൻ്റെ റിസൾട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രോഫിറ്റിൽ 0.7% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 3191.5 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ 6.7% വർധനവ് വന്നിരിക്കുന്നു. 1,18,649.4 കോടി രൂപയായിട്ടാണ് റവന്യൂ പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു കമ്പനി സി എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് ആണ്. ലോസായിട്ട് കമ്പനി ഇത്തവണ റിപ്പോർട്ട് ചെയ്തത് 102.4 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനി പ്രോഫിറ്റിലായിരുന്നു. 188.4 കോടി രൂപയായിരുന്നു പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 7.3%. 2024.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ട്രൈഡൻറ്റ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ വലിയ ഇടിവാണ്. 102 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 23.5% ഇടിവ് പ്രോഫിറ്റിലും റവന്യൂവിൽ 12.4% ഇടിവും വന്നിരിക്കുന്നു. 1632.5 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത് ബൊറോസിൽ എന്ന കമ്പനി. പ്രോഫിറ്റിൽ 5% ഇടിവാണ് വന്നിരിക്കുന്നത്. 10.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.2% വർധനവും രേഖപ്പെടുത്തി. 284.1 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു സ്റ്റോക്ക് ഒറക്ല ഇന്ത്യ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 108.4% വർധനവ് വന്നു.
73.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5% വർധനവ് 625.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എക്സ്പൊണൻഷ്യൽ ലോസ് ആയിട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 0.8 കോടി രൂപയാണ്. മറ്റൊരു കമ്പനി കർണാടക ബാങ്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ നല്ല വർധനവ് 61.7% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 408.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 843 കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. 8% വർധനവ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തു. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. 90.3 കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 31.1 കോടി രൂപയായിരുന്നു. അടുത്ത ഗോദാവരി പവർ ആൻഡ് ഇസ്പാത്ത് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 26.6% വർധനവ് വന്നു. 280.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 9.7% വർധനമാണ് വന്നിരിക്കുന്നത്. 1610.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഹാറ്റ്സൺ അഗ്രോ പ്രൊഡക്റ്റ് എന്ന കമ്പനി. പ്രോഫിറ്റിൽ 18.3% വർധനവ് 50.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 14.9% വർധനവ് 2577.6 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഗ്രാസിം ഇൻഡസ്ട്രീസ്, അപ്പോളോ ഹോസ്പിറ്റൽ, ലെൻസ്കാർട്ട് സൊല്യൂഷൻസ്, ഓല ഇലക്ട്രിക്, ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റൽ, ഏറിസ് ലൈഫ് സയൻസസ്, ECL ഇൻഫോസിസ്റ്റംസ്, ഹണിവെൽ ഓട്ടോമേഷൻ, ഇൻ്റർനാഷണൽ ജിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, IRB ഇൻഫ്ര, JK ലക്ഷ്മി സിമൻറ്റ്, ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സ്, ക്വാളിറ്റി വാൾസ്, മെഡ്പ്ലസ് ഹെൽത്ത് സർവീസസ്, മെട്രോ ബ്രാൻഡ്സ്, സംവർധന മദർസൺ ഇൻ്റർനാഷണൽ, സാത്വിക് ഗ്രീൻ എനർജി, സമ്മൻ ക്യാപിറ്റൽ, ടീംലി സർവീസസ്, വേൾപൂൾ ഓഫ് ഇന്ത്യ തുടങ്ങിയവയാണ്. FIDA ഡാറ്റയിലേക്കാണ്. ഇന്നലെ FIIs 2457 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ സെൽ ചെയ്തത്. പക്ഷേ DISന്റെ ശക്തമായിട്ടുള്ളൊരു ബൈയും കണ്ടു. 3802 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത്. പക്ഷേ തുടർച്ചയായിട്ടുള്ള 3 ദിവസങ്ങളിൽ, ഇതിന് മുൻപുള്ള 3 ദിവസങ്ങളിൽ FIIs ബൈയിങ്ങിലേക്ക് മടങ്ങി വന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രതീക്ഷ നൽകുന്നതാണത്. കഴിഞ്ഞ 11 മാസങ്ങളായിട്ട് FIIs സെല്ലിങ്ങിൽ തന്നെയാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.